എന്നാലും വി.ഡി. സതീശൻ ഇതൊക്കെ ചെയ്തതിന് വേണ്ടി നന്ദിയാണ്. എല്ലാ ബസ്സിനും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? എല്ലാ ബസ്സിനും കിട്ടൂല, അതായത് കൊണ്ട് പറ്റില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് അത് പറ്റില്ല. അതുകൊണ്ട് അത് യാഥാർത്ഥ്യം മനസ്സിലാക്കി ചെയ്തതിന് നന്ദി, വളരെ നന്ദി. ഇത്രയും ചെയ്തല്ലോ, പക്ഷെ വാക്ക് പാലിച്ചല്ലോ, ആ വാക്കിൽ നമ്മൾ നന്ദി പറയുന്നു. ഇന്നാണ് ആ ദിനം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ദിരാ ഗ്യാരണ്ടിയായിട്ട് കേരളത്തിന് മുന്നിൽ UDF വെച്ച ആദ്യത്തെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിൽ ഒന്ന് ട്രാൻസ്പോർട്ട് ബസ്സുകളിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആ പദ്ധതിയുടെ തുടക്കം ഇന്ന് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അപ്പുറത്ത് വേറൊരു കുരുപൊട്ടൽ നടക്കുന്നുണ്ട്. എന്താണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്? LDF MLA-മാർ ഇതിൽ പങ്കാളികളാവില്ല. ആവാതിരിക്കണം. ഇവറ്റകളെ ക്ഷണിക്കാൻ തന്നെ പാടില്ല. ഈ തീട്ടങ്ങളെ അത്രയും നല്ലൊരു സ്ഥലത്തേക്ക്, ഒരു സദസ്സിലേക്ക്, ഒരു വീതിയിലേക്ക് ഈ തീട്ടങ്ങളെ എന്തിനാ അടുപ്പിക്കരുത്. ക്ഷണിക്കാൻ തന്നെ പാടില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ ഈ ജനാധിപത്യം എന്നൊക്കെ പറയുന്നതായതുകൊണ്ട് ക്ഷണിക്കാതിരിക്കാനും പറ്റൂല. എന്താണെങ്കിലും കണ്ടറിഞ്ഞ് മാറി നിൽക്കാൻ തീരുമാനിച്ചതിന് നന്ദി മിസ്റ്റർ ഗോവിന്ദൻ ആൻഡ് വിജയ. നിങ്ങൾ വേണ്ടടോ, നിങ്ങൾ ഈ പരിപാടിയിൽ വേണ്ട, നിങ്ങൾ എവിടെയും ഉണ്ടാകാൻ പാടില്ല, മനസ്സിലായില്ലേ? പക്ഷേ ഞാനിപ്പോൾ ആദ്യം നിങ്ങളെ കേൾപ്പിച്ചത് ഇതാണ് കേരളത്തിൻ്റെ പ്രതികരണം. കേരളത്തിലെ സാധാരണക്കാർ ഇങ്ങനെയാ ചിന്തിക്കുന്നത്. കാരണം യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ വാക്ക് അത് അധികാരത്തിലേറി വിത്തിൻ ഡേയ്സ് നടപ്പിലാക്കുകയാണ്. വളരെ കൃത്യമായിട്ട്, അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മാസം പോലും പിന്നിട്ടില്ല. അധികാരത്തിലേറിയിട്ട് ഒരു മാസം ആയിട്ടില്ല. 2026 മെയ് 18 വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടിട്ടില്ല. അതിനു മുൻപ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ആദ്യഘട്ടം നടപ്പിലേക്ക് വരികയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൃത്യമായിട്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കുന്നതും. അപ്പോൾ ഒരു കാര്യമുണ്ട്, എന്താണ് ഇത്? എനിക്ക് തോന്നുന്നു വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപേ ഈ പണി തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ്, അതായത് പ്രതിപക്ഷ കസേരയിൽ ഇരിക്കുമ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള എല്ലാ കളികളും എല്ലാ പണികളും നടത്തിയിട്ടുണ്ട്. അതല്ലേ ഇത്ര വേഗത്തിൽ ഇത് നടപ്പിലാക്കാൻ കഴിയുന്നത്, വളരെ കൃത്യമായിട്ട്, അല്ലേ? അപ്പോൾ അതൊരു ഭാഗത്തൂടെ നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന CPM-ന്റെ ഗോവിന്ദൻ്റെ ടീമും മാറി നിൽക്കുമത്രേ. അല്ലെങ്കിലും സതീശ പിറ്റകളെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് ചിന്തിക്കുകയായിരുന്നു. ഇപ്പം ഈ ഒഴിവാക്കാനും പറ്റില്ലല്ലോ. കാരണം ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ഈ കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. ജനപ്രതിനിധികളാകുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിൽ കൂടി അവരെയൊക്കെ ക്ഷണിക്കുക, അവരെയൊക്കെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഒഴിവാക്കാനും പറ്റൂല, എന്നാലൊട്ട് ഈ തീട്ടങ്ങളെ ഉൾക്കൊള്ളാനും പറ്റൂല. എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. എന്താണെങ്കിലും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ സതീശൻ ഇച്ഛിച്ചതും ഗോവിന്ദൻ തീരുമാനമെടുത്തതും മാറി നിൽക്കാൻ സതീശൻ തീരുമാനിച്ചതാ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം ഇറ്റങ്ങളെ എന്നുള്ളത്. പക്ഷേ അതിന് വഴിയില്ലാത്തത് കൊണ്ട് മനസ്സോടെ എന്നാൽ പിന്നെ വന്നോട്ടെ എന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോഴാണ് സതീശൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിക്കൊണ്ട് ഗോവിന്ദൻ പ്രഖ്യാപിക്കുന്നത് LDF MLA-മാർ പങ്കെടുക്കില്ല. എത്ര ഉണ്ട് 150-ൽ 35 ഈ കോമഡി 140-ൽ 35 അപ്പം ഞങ്ങൾ പങ്കെടുക്കൂലെന്ന്. അല്ലെങ്കിൽ എങ്ങനെ പങ്കെടുക്കാൻ? അപ്പോൾ ബുധനാഴ്ച അതിനേക്കാളും വലിയ കാര്യം നടക്കാൻ പോവാണ്. ഇതിപ്പോൾ മകൾക്ക് പ്രസവ വേദന, അമ്മായിമ്മക്ക് വീണ വായന എന്ന് പറഞ്ഞതുപോലെ സതീശൻ അവിടെ സ്ത്രീ സൗജന്യ യാത്ര ആരംഭിക്കുക. അപ്പോഴെന്താണ്
ഇവിടെ ഇടി വരിക മകളെ പൊക്കാൻ. ഈ മകൾക്ക് പ്രസവ വേദന എന്ന് പറഞ്ഞത് മകൾക്ക് ഇടി വേദന. അപ്പോഴാണ് സതീശൻ അവിടെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആഘോഷപൂർവ്വം അങ്ങനെ നടപ്പിലാക്കുക. അപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ എന്തൊക്കെ എവിടൊക്കെ പോയാലും വന്നാലും പിണറായി വിജയന്റെ മനസ്സിൽ നിന്ന് ഈ സാധനം പോകുമോ? കാരണം കഴിഞ്ഞ 10 വർഷക്കാലം പണിയെടുത്ത് എന്തിനാ? മകളെ കോടീശ്വരിയാക്കാൻ വേണ്ടിയിട്ട്, മകളെ സംരക്ഷിക്കാൻ, മകനെ സംരക്ഷിക്കാൻ, കുടുംബത്തെ സംരക്ഷിക്കാൻ. ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറഞ്ഞതുപോലെ വിജയനും കോവിന്ദനും വീണയും, വിജയനും കോവിന്ദനും വീണയും ഇതായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത, പാർട്ടിയുടെ ഔദ്യോഗിക അംഗമല്ലാത്ത വീണ തൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന വൺ ആൻഡ് ഒൺലി ഡയറക്ടറുള്ള ആ 1 man ഷോ കമ്പനി, ആ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അഡ്രസ്സ് കൊടുത്തത് എന്താ? വീണ തൈക്കണ്ടി, AKG സെന്റർ, പാളയം, തിരുവനന്തപുരം. പാർട്ടിയുടെ മെമ്പർ പോലുമല്ലാത്ത വീണ, ആ വീണ അഡ്രസ്സ് കൊടുത്തിരിക്കുക. വീണ തൈക്കണ്ടി, AKG സെന്റർ, പാളയം, തിരുവനന്തപുരം. അതല്ലേ ഈ പറയുന്നത് ഞാനും കോവിന്ദനും വീണയും, ഞാനും അപ്പനും സുഭദ്രയും. കൃത്യമല്ലേ? അപ്പോ ഈ ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന, ഞാനും കോവിന്ദനും വീണയും എന്ന് പറയുന്നതിലെ വീണ ഈടിപ്പേടിയിലാണുള്ളത്. ഈടിപ്പേടിയില്, ആ ഈടിപ്പേടി മകളുടെ പ്രസവ വേദന. സതീശൻ ഇവിടെ വീണ വായനയല്ല, സൗജന്യ യാത്ര, പ്രിയദർശിനി സൗജന്യ യാത്ര. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഉള്ളിൻ്റെ ഉള്ളിലെ ആ വെപ്രാളം. അപ്പോൾ ഈ വെപ്രാളമുള്ള പിണറായി വിജയൻ എങ്ങനെയാണോ ഈ സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുക്കുക? കഴിയോ? കോവിന്ദനൊന്നും കാണാതല്ല പറയണേ. കാരണം എന്താ? ഞാനും അപ്പനും സുഭദ്രയും, ഞാനും വിജയനും വീണയും. അതില് മൂന്നാമതായിട്ടുള്ള വീണ ഈടിപ്പേടിയിലാണുള്ളത്. ഏത് നിമിഷവും പൂട്ടും, 8 നിലയിൽ പൂട്ടുമെന്നുള്ളതാ. അപ്പോൾ ആ ബേജാറ് ഉള്ളിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണോ ബസ് ഉദ്ഘാടനത്തിന് പോണേ? നടക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നടപടിയാവോ? നടപടി ആകൂല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് പിണറായി വിജയന് നന്നായിട്ട് അറിയാം, കോവിന്ദനും അറിയാം. പക്ഷെ ജനങ്ങളുടെ ഒരു അതാണ് കേരളം പ്രബുദ്ധമാണ്, പ്രബുദ്ധരാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇത് പറയാനുള്ള കാരണം എന്താ? ഇപ്പോൾ നിങ്ങൾ കേട്ട ആ അമ്മയുടെ വാക്കുകൾ, ആ അമ്മച്ചിയുടെ വാക്കുകൾ, ആ വാക്കുകളിൽ എല്ലാം ഉണ്ട്. പറഞ്ഞ വാക്ക് പാലിച്ച സതീശന് നന്ദി. അതോടൊപ്പം തിരിച്ചു ചോദിക്കുക, ആര്? റിപ്പോർട്ടർ എന്താ ചോദിക്കുന്നത്? എല്ലാ ബസ്സുകളിലും വേണമായിരുന്നല്ലേ? അതങ്ങനെ പറ്റൂല, അതങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്, തിരിച്ചറിവ്. തീട്ടം നിന്നാലുണ്ടാവൂല. അതുണ്ടാവണമെങ്കിൽ ചോറ് തിന്നണം. ആ ചോറ് തിന്നതിൻ്റെ വകതിരിവാണ് കാണിച്ചത്. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് പറയുന്നത് അതാണ് വകതിരിവ്. മനസ്സിലായില്ലേ? അവിടെയും ഈ ഓർഡിനറി ബസ്സുകളിൽ അത് ചെയ്തല്ലോ. ആ പറഞ്ഞ വാക്കിന് വിലയുണ്ടായല്ലോ. അപ്പോൾ അവിടെയാണ് കേരളത്തിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നു. ഈ ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന ടീമിൽ പെടുന്ന ഞാനും കോവിന്ദനും വീണയും എന്നതിലെ കോവിന്ദനാണെങ്കിലും ഞാനാണെങ്കിലും വീണയാണെങ്കിലും എങ്ങനെ ചിന്തിക്കുന്നു, കൃമികീടങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് തമ്മിലുള്ള വ്യത്യാസം, അന്തരം. അപ്പം ഞാൻ ഈ ക്ലിപ്പ് കാണിക്കാൻ കാരണം ഈ ക്ലിപ്പും കോവിന്ദൻ പറഞ്ഞതും തമ്മിലുള്ള ആ ഒരു അന്തരം കാണിക്കാനാ. അതാണ് ചോറ് തിന്നുന്നവൻ്റെ വകതിരിവും തീട്ടം നക്കുന്നവൻ്റെ ബുദ്ധിയും തമ്മിലുള്ള വകതിരിവ്. മനസ്സിലായില്ലേ? അത് നിങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ, ഈ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര കൃത്യമായിട്ട് പറഞ്ഞ വാക്ക് വിതിൻ എ മന്ത്സ്, അധികാരത്തിലേറി 1 മാസം പിന്നിടുന്നതിന് മുമ്പ് ആ വാക്ക് നടപ്പിലാവുകയാണ്. വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാകുക. അങ്ങനെ ചെയ്യുമ്പോൾ കോവിന്ദനും ടീമും മാറി നിൽക്കുക. മാറി നിന്നതിനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ
വീണമോള് ഏത് നിമിഷവും അകത്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെപ്രാളം ഉള്ളിൻ്റെ ഉള്ളിൽ അലട്ടുമ്പോൾ ഈ ഞാനും ഗോവിന്ദനും വീണയും എന്തിങ്ങനെയോ ബസ് ഉദ്ഘാടനത്തിന് പോണത് സാധിക്കുമോ? ഇല്ല എന്നുള്ളതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.